ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കാർണർ സ്റ്റുഡിയോ. സോ ഗൈസ്, എൻ്റെ പേര് മുഹമ്മദ് അൻവർ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ, ബ്ലെൻഡർ എന്ന 3D സോഫ്റ്റ്വെയർ എങ്ങനെ നമ്മുടെ ആർക്കിടെക്ചർ ഫീൽഡിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് കേസസ് ആണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ബ്ലെൻഡറിനെ കുറിച്ച് കുറച്ചൊക്കെ കേട്ട് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഫീൽഡിൽ ബ്ലെൻഡർ ഇന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ 3ds Max ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക, നമ്മൾ അത്രയും എമൗണ്ട് പേ ചെയ്യുന്നതിന് പകരം ബ്ലെൻഡർ പോലത്തെ ഫ്രീ വെയർ സോഫ്റ്റ്വെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രീലാൻസ് രംഗത്ത്, അതല്ലെങ്കിൽ സ്കെച്ചപ്പിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ബ്ലെൻഡർ ഒരു അപ്ഗ്രേഡിങ് ആണ്. ബിക്കോസ് ഒരു പക്ക ഒരു 3D സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെ പറയാം. അതല്ലാണ്ട് സ്കെച്ചപ്പിൽ കാണുന്ന നമുക്ക് ഈസി മെത്തേഡ്സിന് അപ്പുറത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് 3D എന്താണ്, അതിൻ്റെ മറ്റുള്ള സൈഡും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും 3ds Max ബ്ലെൻഡറോ അതുപോലത്തെ മായ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, സിനിമ 4D, ഇങ്ങനെയുള്ള 3D മോഡലിംഗ് സോഫ്റ്റ്വെയറും കൂടി നിങ്ങൾ എക്സ്ട്രാ സ്കില്ല് വളർത്താൻ, നിങ്ങൾ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഞാനൊരു ബ്ലെൻഡർ യൂസറാണ്. സോ എനിക്ക് ബ്ലെൻഡറിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അവയർനെസ് നൽകാൻ പറ്റും. സോ ഗൈസ്, നമ്മൾ ബ്ലെൻഡറിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ പറയുന്നത്, എനിക്ക് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലെൻഡർ ആർക്കിടെക്ചർ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വരുന്ന മെസ്സേജസ്, അത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്, വാട്സപ്പിലാണെങ്കിലും ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറ്. സോ അതാണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് കമ്പ്യൂട്ടർ സ്പെസിഫിക്കേഷൻ ആണ്, കോൺഫിഗറേഷനെ കുറിച്ചിട്ട്. സോ ബ്ലെൻഡർ റൺ ചെയ്യാൻ എത്ര ഗ്രാഫിക്സ് കാർഡ്, എത്ര റാം വേണം, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ്. സോ ഇതിൽ നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നത് തന്നെ നോക്കാം. ബ്ലെൻഡറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ബ്ലെൻഡർ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ 8GB റാം വേണമെന്നാണ്. സോ നിങ്ങളെ കയ്യിൽ 8GB റാമുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ അത് ഓക്കെ, നിങ്ങൾക്ക് അത് ബ്ലെൻഡർ റൺ ചെയ്യാനുള്ള റാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ഏറ്റവും മിനിമം 2GB ആണ് പറയുന്നത്. സോ അതും ഓക്കെയാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ റെസൊല്യൂഷനിൽ റെൻഡർ ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യത്തില്ല, കാരണം ഏറ്റവും മിനിമം ആണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി പിന്നെ അതിൻ്റെ റാം പറഞ്ഞു, ഗ്രാഫിക്സ് കാർഡ് പറഞ്ഞു. പിന്നെ നമുക്കൊരു i3 ഓർ i5 കോർ ഉണ്ടെങ്കിൽ, അതിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഫോർ ത്രെഡ്സ് വരുന്ന കോറുകൾ ഉണ്ടല്ലോ, ഏറ്റവും ലോ വേരിയന്റിൽ വരുന്ന കോറുകൾ, അതായത് i3 വരുന്നാലും i5 വരുന്നാലും അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ റൈസൺ ആണെങ്കിൽ റൈസൺ 5, പിന്നെ എൻ്റെ താഴെ വരുന്നത് ഏതാ എനിക്കറിയില്ല, റൈസൺ 3 or 4 എന്ന് വരുന്നില്ലേ, ഇതൊക്കെ നമുക്ക് നോക്കി വെക്കാം. റൈസൺ 5 ആണെങ്കിൽ ഓക്കെയാണ് എന്തായാലും. i5ൻ്റെ സിമിലർ ആയിട്ട് വരും. i3ക്ക് സിമിലർ ആയിട്ട് AMDയിൽ എന്താണ് വരുന്നത്, സോ അതും സപ്പോർട്ടായിരിക്കും. സോ 8GB റാം, അതുപോലെ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 8GB റാം, i5 പ്ലസ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് 2GB ഏറ്റവും മിനിമം ആണ്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമുക്ക് വിൻഡോസ് ഓർ ലിനക്സ്, അത് വിൻഡോസ് 8 ആണ് തോന്നുന്നത് ഏറ്റവും മിനിമം. ലിനക്സ് ആണെങ്കിൽ അതിൻ്റെ സിമിലർ നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കാണാൻ പറ്റും. സോ ഇതാണ് റൺ ചെയ്യാനുള്ള കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലെൻഡറിൻ്റെ ക്രാക്ക് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. സോ അവരോട് പറയാനുള്ളത്, ബ്ലെൻഡർ ഒരിക്കലും ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി ഇറ്റ്സ് ഫ്രീ ആയ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഒരിക്കലും വീണ്ടും അത് എന്താ പറയുക, അത് ജെയിൽ ബ്രേക്ക് ചെയ്യുക, ക്രാക്ക് ചെയ്യുക, ഹാക്ക് ചെയ്യുക, അതൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ വേറെ വശം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ലേ, അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാവും. പക്ഷെ അങ്ങനെ കരുതണ്ട. കാരണം ബ്ലെൻഡർ ഫ്രീ ആണെങ്കിലും എന്താ പറയുക, നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഫ്യൂച്ചേഴ്സ് അത്രയും ഉണ്ട് അതിൽ. ഫ്യൂച്ചർ റിച്ച് ആണ്. സോ നമുക്ക് അത് നോട്ട് ചെയ്യേണ്ട കേസാണ്. സോ നമ്മുടെ ഫീൽഡിൽ ഒരു 3D ചെയ്യാൻ അത്യാവശ്യം നല്ല ഒരു പവർഫുൾ സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. ഇതിൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ഓട്ടോക്യാഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുള്ള ഒരു ഫയൽ നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വാൾസ് കാര്യങ്ങളെല്ലാം എക്സ്ട്രൂഡ് ചെയ്ത് വേണ്ട രീതിയിൽ മോഡൽ ചെയ്തെടുത്ത്, പിന്നെ ഈവൺ ബിൽട്ടിൻ റെൻഡർ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ മെറ്റീരിയൽ എഡിറ്റർ എല്ലാം നല്ല ഫ്യൂച്ചറിസ്റ്റ് ആണ്. സോ അതെല്ലാം നമുക്ക് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ എടുത്ത് നല്ലൊരു ഔട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ വൺസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളെ ബ്ലെൻഡറിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് www.blender.org
www.blender.org.com സോറി .com വേണ്ട org ഓക്കെ www.blender.org ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജാണ് വരിക. അത് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ട്യൂട്ടോറിയൽ ഇടുന്നതും ലേറ്റസ്റ്റ് വെർഷനെ കുറിച്ചിട്ടായിരിക്കും. സോ നമുക്ക് സത്യം പറഞ്ഞാൽ ബ്ലെൻഡർ ഒരു ഓഷ്യൻ പോലെയാണ്, അത്യാവശ്യം കടൽ പോലെ പരന്ന് എടുക്കുകയാണ്. സോ നമുക്ക് കുറേ വിഷയങ്ങൾ ശരിക്കും പറയാനുണ്ട്. ഈവൻ ഇന്നും അത് അപ്ഗ്രേഡേഷനിലും കാര്യങ്ങളാണ്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ ഒരു മേജറായ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്ക് നല്ല അപ്ഡേറ്റ്സ് വരുമ്പോൾ നല്ല ഫ്യൂച്ചേഴ്സ് എക്സ്ട്രാ കിട്ടും. സോ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും, അതാണ് ഇതിന് മറ്റൊരു ഗുണം. സോ അതാണ് എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലൊന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് റെൻഡറിങ്ങിൻ്റെ കേസൊക്കെ പറയുമ്പോൾ റെൻഡർ നിങ്ങളിൽ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6GB or 4GB ഗ്രാഫിക്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആക്സലേഷൻ എന്തായാലും കിട്ടും. കാരണം ബ്ലെൻഡർ GPU ആക്സലേറ്റർ ആയിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല GPU ഉണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് തന്നെ റെൻഡർ ചെയ്യാൻ പറ്റും. പിന്നെ CPU ആണെങ്കിൽ CPU റെൻഡറിങ് ഉണ്ട്, CPU-ൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്തായാലും GPU-ലാണ് ചെയ്യാറ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. CPU ആകുമ്പോൾ CPU ഇപ്പോൾ വീറയൊക്കെ നിങ്ങൾ CPU റെൻഡർ ചെയ്യുമ്പോഴുള്ള ഫാസ്റ്റിനെ ചിലപ്പോൾ കാണും. പക്ഷേ വൺസ് നിങ്ങൾ GPU യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. കാരണം കമ്പാരിറ്റീവ്ലി എനിക്കൊന്ന് വീറയിൽ റെൻഡർ ചെയ്യുന്നതിൻ്റെ ഒരു 90% ഫാസ്റ്ററാണ് ബ്ലെൻഡറിൽ ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ വീറ എന്തായാലും നമ്മൾ സ്റ്റാൻഡേർഡ് പിടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അത്യാവശ്യം ക്വാളിറ്റിൻ്റെ കേസിൽ നല്ല സ്റ്റാൻഡേർഡ് പിടിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. എന്നാലും ബ്ലെൻഡർ ഓൾമോസ്റ്റ് സിമിലർ ഔട്ട്പുട്ട് നൽകും. സോ ആ ഒരു എന്താ പറയുക, ക്വാളിറ്റീൻ്റെ കേസിലൊന്നും അത്ര കോംപ്രമൈസ് ചെയ്യുന്നില്ല ബ്ലെൻഡർ ആണെങ്കിലും. അതിൽ ബ്ലെൻഡറിൽ സൈക്കിൾസ് പറഞ്ഞ റെൻഡറാണ്, അതായത് വീറ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ നമ്മൾ സ്കെച്ചപ്പും 3ds Max ഒക്കെ നമ്മൾ റെൻഡർ സോഫ്റ്റ്വെയർ വരുന്നത് ഒന്നെങ്കിൽ വീറ, അതല്ലെങ്കിൽ കൊറോണ, അതല്ലെങ്കിൽ മറ്റേ D5, അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡറിലും വരുന്നുണ്ട്. പക്ഷേ ഇൻബിൽട്ട് ആയിട്ട് 2 സോഫ്റ്റ്വെയർ ബ്ലെൻഡറിൽ ഓൾറെഡി റെൻഡറിങ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് സൈക്കിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞ വീറൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തോന്നുന്ന സോഫ്റ്റ്വെയർ. പിന്നുള്ളത് റെൻഡറിങ് എഞ്ചിൻ, പിന്നുള്ളത് EV റെൻഡറിങ് എഞ്ചിനാണ്. EV എന്ന് പറയുമ്പോൾ ലൂമിയോണിൽ നമ്മൾ കാണുന്നൊക്കെ പോലെ ലൈവ് റെൻഡറിങ് ആണ് കാണുക. അത് കൂടുതൽ ആനിമേഷൻസിനാണ് യൂസ് ചെയ്യാറ്. ലൂമിയോൺ അല്ലെങ്കിൽ എൻസ്കേപ്പ് എന്ന പോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അങ്ങനെ റിയൽ ടൈം ആയിട്ട് നമ്മൾ റെൻഡറിങ് കാണുന്ന സോഫ്റ്റ്വെയർസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇമിറ്റേഷൻ അല്ല, അത് EVൻ്റെതായ മെത്തേഡ്സും കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ലൈവ് റെൻഡറിങ് ഒക്കെ പറയാം. പിന്നെ ഈവൻ അത് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്, അതായത് ലൈറ്റ് പാത്ത് ട്രേസിങ് അടക്കം മിക്സ് ആക്കുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് EVയിലൊക്കെ നല്ല കുറച്ചും കൂടി പാത്ത് ട്രേസിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. സോ അതും കൂടി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടർ സ്പെസിഫിക്കേഷൻ പറഞ്ഞു, റൺ ചെയ്യാനുള്ള കോൺഫിഗറേഷൻ പറഞ്ഞു. പിന്നെ ബ്ലെൻഡറിൻ്റെ എന്താ പറയുക, അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഫ്രീ എന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട പോയിന്റാണ്. കാരണം അത്രയും പവർഫുൾ അല്ലെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യൽ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക ലക്ക് നമ്മളെ സംബന്ധിച്ച് കിട്ടാനില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞു GPUവിൻ്റെ കാര്യം, അത്യാവശ്യം നല്ല ഫാസ്റ്റ് റെൻഡറിങ് ആണ്. ഓക്കെ, അതും നമുക്ക് ഒരു അത്യാവശ്യം വേണ്ട ക്വാളിറ്റി കിട്ടും. വീറയിൽ ചെയ്യുന്ന സെയിം ക്വാളിറ്റി കിട്ടും. ഈവൻ കൊറോണ പോലെയുള്ള സോഫ്റ്റ്വെയർസിനൊക്കെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്തിരിക്കും അതിൻ്റെ ഔട്ട്. നിങ്ങൾക്ക് ഇൻ്റർനാഷണലി കുറേ ഔട്ടുകൾ ബ്ലെൻഡറിന് കിട്ടും. അതല്ലെങ്കിൽ നമ്മളെ ബ്ലെൻഡർ ആർക്കിടെക്ചർ ഗ്രൂപ്പിൽ ഞാൻ ഡെയിലി ഓർ 2 ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ വന്നിട്ട് ഇൻസ്പയർഡ് ആവാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത് ബ്ലെൻഡറിൻ്റെ കസ്റ്റമൈസേഷനെ കുറിച്ചാണ്. ബ്ലെൻഡർ പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതായത് ആനിമേഷൻ, 2D ആനിമേഷൻ, 3D ആനിമേഷൻ, സ്കൾപ്ചറിങ്, VFX, CG, മറ്റുള്ള സംഭവങ്ങൾ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3D ആനിമേഷൻസ്, അതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. CGI റിലേറ്റഡ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഡിജിറ്റലായിട്ട്. പിന്നെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, VFX, ഇതൊക്കെ ഓൾമോസ്റ്റ് ബ്ലെൻഡറിൽ തന്നെ ചെയ്യുന്നത്. സോ നമ്മളത് ആർക്കിടെക്ചർ മേഖലയ്ക്ക് അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, നമ്മളതിനെ ഫിറ്റാക്കി എടുക്കുക നമ്മളെ മേഖലയ്ക്ക്. ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് നമ്മൾ കുറച്ച് കസ്റ്റമൈസേഷൻ ഒക്കെ വരുത്തിയിട്ട് നമ്മളതിനെ ആ ഒരു രീതിയിലൊക്കെ നമ്മുടേതായ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. സോ എനിക്ക് എൻ്റെതായ ഒരു മെത്തേഡ്സ് ഉണ്ട്. സോ ആ മെത്തേഡ്സ് ഒക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ ശ്രമിക്കുന്നത്. എന്നാൽ പോലും അത് അഡ്വാൻസ് ലെവലാണ്. പക്ഷെ നിങ്ങൾക്ക് ബേസിക് ലെവലിൽ ഞാൻ വേറെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷം അഡ്വാൻസ് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് നിങ്ങൾക്ക് വേറെ പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഡി ആയി കൊടുക്കുന്നത്. കാരണം നമ്മളൊരു മെൻറ്റർഷിപ്പ് ലെവലിൽ ഓൾറെഡി സൈഡിൽ റൺ കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ ബ്ലെൻഡർ ആർക്കിടെക്ചർ ഗ്രൂപ്പിൽ നമ്മൾ ഇടയ്ക്ക് അനൗൺസ് ചെയ്യുന്ന കാര്യമാണ്. എനിവേ, അടുത്ത
ഫീച്ചർ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണമല്ലോ. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് പറഞ്ഞ ഫീച്ചർ ഫ്രീ ആണ്, സോഫ്റ്റ്വെയർ ഫ്രീ എന്നാണ്. ഫ്യൂച്ചർ അല്ലെങ്കിലും നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് പോയിന്റ് ആണത്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ കസ്റ്റമൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഈ ഇന്റർഫേസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളെ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിൽ ഓരോ വിൻഡോ നമുക്ക് സൈസ് മാറ്റാം. കൂടാണ്ട് നമുക്ക് ആ വിൻഡോ മാറ്റിയിട്ട് നമുക്ക് അവിടെ നമ്മളെ എന്താ പറയുക 3Dൻ്റെ ടൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഓരോ വിൻഡോ ചേഞ്ച് ചെയ്ത് ഒരു സൈഡ് വേണമെങ്കിൽ റെൻഡർ ഔട്ട്പുട്ട് കാണാൻ പറ്റും, ഒരു സൈഡിൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ഫുൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ലേഔട്ട് മൊത്തം നമുക്ക് വേണമെങ്കിൽ UV മാപ്പ് ചെയ്യാനുള്ള ഒരു വർക്ക് ലേഔട്ട് ഓൾറെഡി ബ്ലെൻഡറിൽ ഇങ്ങനത്തെ അവിടെ ടെംപ്ലേറ്റ് പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. അത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കാനും നമുക്ക് ഇന്റർഫേസ് നമ്മളെ ഒരു യൂസർ ഫ്രണ്ട്ലി ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫീച്ചർ റെൻഡറിങ് ക്വാളിറ്റി, അതിൻ്റെ ഫാസ്റ്റ് ആണ്. ക്വാളിറ്റി ഉണ്ട്, അതുപോലെ അത്യാവശ്യം ഫാസ്റ്റ് റെൻഡറിങ് ഔട്ടും ഉണ്ട്. സോ ഒരു 3 പോയിന്റ് ഞാൻ മെയിനായിട്ട് ബ്ലെൻഡർ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പോർട്ടബിൾ ആണ് സോഫ്റ്റ്വെയർ. നമുക്ക് ഒരു 400 MB ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. 400 MB ഈ ഫയൽ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ആഡ് ഓൺസ്, സെയിം സെറ്റിങ്സ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതൊരു ബേസിക് ലെവലല്ല. അതിന് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ആ ബ്ലെൻഡറിനെ കുറിച്ച് അതിൻ്റെ എന്താ പറയുക സെറ്റിങ്സ് പ്ലഗിൻസ് ഒക്കെ കൊണ്ടുപോകാൻ നമ്മളെ ഫയൽ മാനേജർ ത്രൂ ആണ് ചെയ്യുക. അത് ഞാൻ പിന്നീട് നമ്മുടെ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കസ്റ്റമൈസേഷൻ്റെ ഭാഗമാണ് ഷോർട്ട് കട്ട്സ്. അല്ലെങ്കിൽ ബ്ലെൻഡറിൽ തന്നെ കുറേ ഷോർട്ട് കട്ട്സ് വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് ഓരോ ടൂളും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ വർക്ക് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് കട്ട്സ് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺസ് നമ്മളിതൊക്കെ ഒന്ന് പഠിച്ച് ഒരു കുറച്ച് ഇതുള്ളൂ, ഒരു 30 എണ്ണം നമ്മൾ ബേസിക്കലി ചെയ്യുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. 30 ഇല്ല, നമ്മളതിൻ്റെ പകുതി കൂട്ടാം, ഒരു 15 or 20 ഉള്ളിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട് ബേസിക്കലി ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെന്താ വളരെ ഫാസ്റ്റാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് ഷോർട്ട് കട്ട്സിൻ്റെ കേസ് പറയാനുള്ളത്. കാരണം കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. നിങ്ങളത് ജസ്റ്റ് കേട്ടതിന് ശേഷം ഞാനത് ഓരോ ക്ലാസ്സിൽ കാണിക്കാം. പിന്നെ നമ്മുടെ സ്ക്രീനിൽ സൈഡിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം. സോ ഇനി ഞാൻ എഡിറ്റ് ചെയ്ത് അധികം സമയം കളയുന്നില്ല. സോ പറ്റുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് പൈപ്പ് ലൈൻ ആണ്. സോ അടുത്തത് നമുക്ക് പൈപ്പ് ലൈൻ വർക്ക് ഫ്ലോ ആണ്. അതായത് നമുക്ക് D5ലേക്കോ ലൂമിയോണിലേക്കോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിലേക്ക് നമുക്ക് ബ്ലെൻഡറിൽ നിന്ന് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3ds Maxന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, സ്കെച്ചപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. മറ്റുള്ള സോഫ്റ്റ്വെയർസിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽസ് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത് ചെയ്യാൻ പറ്റും തന്നെയാണ്. അതിനൊക്കെ ഒരു മെത്തേഡ്സ് ഉണ്ട്, സിമ്പിളായിട്ട് തന്നെയാണ്. പക്ഷെ അത് നോർമലി കൊണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ ചെയ്യാനും കഴിയും. പക്ഷേ ഇപ്പോൾ മാക്സ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യണം എന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്നുള്ളൂ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ബ്ലെൻഡറിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ വാട്ടെവർ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളിത് പ്രൈമറി സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങളിത് പഠിച്ചെടുത്താൽ നിങ്ങളുടെ സ്കില്ലിനാണ് അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ആവുക. നിങ്ങളുടെ സ്കില്ല് വളരും എന്നുള്ള കാര്യം ഷുവറാണ്. ഈവൻ സ്കെച്ചപ്പിലൊന്നും ഇന്ന് ഡാർക്ക് മോഡ് വന്നിട്ടില്ല. സ്കെച്ചപ്പൊക്കെ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ സ്കെച്ചപ്പ് ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് മോഡ് ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോഴും, പുതിയ അപ്ഡേറ്റിൽ പോലും. കൂടാണ്ട് ഒരു ബിവലിംഗ് വന്നിട്ടില്ല, നാറ്റീവ് ബിവലിംഗ് വന്നിട്ടില്ല. അതിന് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺസോ അല്ലെങ്കിൽ പ്ലഗിൻസോ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും ബിവൽ ചെയ്യുന്നത്. റൗണ്ട് കോർണർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റൗണ്ട് കോർണർ അറിയാമല്ലോ. റൗണ്ട് കോർണറൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോഴും നമ്മൾ അഡീഷണൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം, പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ബ്ലെൻഡർ എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇതൊക്കെ 1, 2, 3 മെത്തേഡിൽ നമുക്ക് 3 അതിൽ കൂടുതൽ നമുക്ക് ബിവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം തന്നെ ഉണ്ട്. സോ ഇത്രയും ഫീച്ചറുള്ള ഒരു സോഫ്റ്റ്വെയർ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങളിപ്പോഴും ഈ പറഞ്ഞ ഇങ്ങനെ ഫീച്ചർ കുറഞ്ഞ ചില സോഫ്റ്റ്വെയർസിന് ചെയ്യുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സമയം എടുക്കും. മാത്രമല്ല നിങ്ങൾ ഈ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസൊക്കെ നിങ്ങൾ മാക്സിമം ഒന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുക. കാരണം ആൻറ്റിവൈറസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ആൻറ്റിവൈറസ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഒറിജിനൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എത്തിക്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് നല്ലത് ഞാൻ പറയുമ്പോൾ ഇതുപോലെ ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ്. എസ്പെഷ്യലി ബ്ലെൻഡർ പോലത്തെ എന്താ പറയുക പൊട്ടൻഷ്യൽ സോഫ്റ്റ്വെയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ ഫ്രീലാൻസ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മാറിക്കോളൂ.
അതല്ല നിങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലെൻഡർ എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ പഴയ ആളുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് 3ds മാക്സും സ്കെച്ച് മാത്രമേ അറിയുണ്ടാവുള്ളൂ, ബ്ലെൻഡറിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. സോ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഇപ്പോൾ പുതിയ ഇന്റർനാഷണൽ കമ്പനീസ് വരെ ബ്ലെൻഡർ അക്സെപ്റ്റ് ചെയ്ത് ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, അതും ആർക്കിടെക്ചർ ഫീൽഡിൽ. സോ അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറെക്കുറെ പല ആളുകളും ബ്ലെൻഡറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളും ഒരു സൈഡിൽ ബ്ലെൻഡർ പഠിച്ചിരിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക, സ്കില്ല് വളർത്തുക. സോ ഗൈസ്, ഹാപ്പി മോഡലിംഗ്. ഇനി അങ്ങോട്ട് ഹാപ്പി റെൻഡറിങ് ഒക്കെ ചെയ്ത് നിങ്ങളെ ക്വാളിറ്റി, ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ ക്വാളിറ്റി ഉയർത്തട്ടെ എന്ന് എൻ്റെ ചെറിയൊരു വിഷ് നിങ്ങൾക്ക് നൽകുകയാണ്. സോ ഞാൻ എൻ്റെ ഈ ഒരു ബ്ലെൻഡറിൻ്റെ ഇൻട്രഡക്ഷൻ ഇവിടെ ബേസിക്കലി അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ്, താങ്ക് യു.